ഹായ് ഫ്രണ്ട്സ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ഒരു ബീച്ചിലാണ്, കോട്ടയം ജില്ലയിലെ ഒരു ബീച്ചിലാണ്. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുമെന്നറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ. കാരണം ഞാനൊരു കോട്ടയം ജില്ലക്കാരിയാണ്, എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബീച്ചിൽ വരുന്നത്. ഇത് ശരിക്കും കാവാലിപ്പുഴ, കോട്ടയം കിടങ്ങൂർ പഞ്ചായത്തിലുള്ളവർ കാവാലിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വളരെ മനോഹരമായൊരു പുഴയാണ്. പിന്നെ അതിനോട് ചേർന്ന് ഈ നമ്മൾ ബീച്ചിലേക്ക് പോലെ മണലാണ് ഇവിടെ കംപ്ലീറ്റ്. പിന്നെ ഒരുപാട് ഫെസിലിറ്റീസ് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനും ഊഞ്ഞാലാടാനും ഒക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഇതിന് ചുറ്റും ഇവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയുള്ളവർ. നമുക്കിതെല്ലാം ഒന്ന് കണ്ടുവരാം. ഇവിടെ വന്നാൽ നമുക്കൊരു നല്ലൊരു വള്ളത്തിനകത്ത്, നല്ല വള്ളത്തിലല്ല, വള്ളത്തിലൊരു വളരെ ഭംഗിയുള്ളൊരു യാത്രയൊക്കെ നടത്താം കേട്ടോ. ഇവിടെ അതിനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. വളരെ പ്രശാന്ത സുന്ദരമായൊരു സ്ഥലമാണ്. ഇച്ചിരി ഉള്ളിലേക്ക് കയറിയാണ്, വലിയ ബഹളങ്ങളൊന്നുമില്ല. ചേട്ടാ, ഇതിന് വലിയ ആഴമുണ്ടോ? പേടിക്കണ്ട. അല്ല, ഞാൻ പൊതുവേ ചോദിച്ചതേ ഉള്ളൂ. ചേട്ടൻ്റെ പേരെന്താ? ആണോ? ചേട്ടൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടോ? ഓക്കെ. ഒരുപാട് ആളുകളൊക്കെ വരുമോ ചേട്ടാ എപ്പോഴും? അവധി ദിവസങ്ങളല്ലേ? ഓക്കെ. രാധാകൃഷ്ണൻ ചേട്ടൻ പറയുന്നത് ഇവിടെ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണെന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും നമ്മുടെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. ഇത് ശരിക്കും അക്കരെ താമസിക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു കടത്തുവള്ളമാണ്. പക്ഷേ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരെ ചേട്ടൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കറക്കിക്കൊണ്ടുവരും. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിലുള്ളവരൊക്കെ വരണേ. കിടങ്ങൂരല്ലേ കേട്ടോ ഇത് പ്രോപ്പർ? കാവാലിപ്പുഴ അല്ലേ? കിടങ്ങൂർ കാവാലിപ്പുഴ. ഞങ്ങളും കോട്ടയം ജില്ലയാണ്. പക്ഷേ ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ എന്താണെങ്കിലും ഒരു വ്ളോഗാക്കി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാവാലിപ്പുഴ ഇപ്പം നമ്മളിപ്പോൾ കണ്ടല്ലോ, ഈ രീതിയിലേക്ക് മാറുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. ഈ തൊട്ടടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. റോയ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചേട്ടനിൽ നിന്ന് അറിയാനുണ്ട്. നമുക്കൊന്ന് ചോദിക്കാം. 2018 പ്രളയം വരുന്നതിന് മുമ്പ് വരെ ഇവിടെ ചെളിയും കാര്യങ്ങളും ആയിരുന്നു, ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ പ്രളയത്തോടു കൂടി കുറച്ചുകൂടെ മണൽ ഇങ്ങനെ വരികയും ഇനി വരാതിരിക്കുവാണെങ്കിൽ കൂടുതൽ മണൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വന്നു കഴിയുമ്പം നമ്മുടെ കൂടെ ഉള്ളതന്നെ ഞങ്ങൾ 2-3 ഫാമിലിയേ ഉള്ളൂ ഇതിൻ്റെ പുറകെ നടക്കുന്നത്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് രമേശ് കിടങ്ങൂർ. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറും ടൂറിസ്റ്റ് ഗൈഡും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ യൂട്യൂബിലിട്ട് എല്ലാവരും വിളിച്ച് എല്ലാവരും കൂടി ഒരു ജനകീയമായ ഒരു ക്ലീനിങ് നടന്നു 2018. അത് കഴിഞ്ഞ് പിന്നെ വർഷാവർഷം നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടെ തന്നെ ഉണ്ട് ഈ ശിലാർണി ജയചന്ദ്രൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ സജീവമായിട്ട് ഇപ്പോഴും. പിന്നെ എല്ലാ വർഷവും പാല അൽഫോൻസ കോളേജിലെ കുട്ടികൾ വരും, സെൻറ്റ് തോമസ് കോളേജിലെ പിള്ളേർ വരും, പിന്നെ ഏറ്റുമാനൂരപ്പൻ കോളേജിലെ പിള്ളേർ. അങ്ങനെ അവർ എല്ലാ വർഷവും വന്ന് 1-2 പ്രാവശ്യമൊക്കെ നേരിട്ടും വരും. ഞങ്ങളതല്ലെങ്കിൽ പറയുകയാണെന്ന് പറയണമെന്ന് പറഞ്ഞാൽ അവർ വന്ന് അവരുടെ കൂടെ ശ്രമകരമായിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. വെള്ളപ്പൊക്കം കഴിയുമ്പോഴത്തേനും നല്ലപോലെ ഭയങ്കര പ്ലാസ്റ്റിക്കും കല്ലും ഈ കമ്പും കോലും എല്ലാം വന്നടിയും. അതെല്ലാം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇതിങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു സ്നാക്സും കാര്യങ്ങളും കിട്ടും. പിന്നെ കാർ പാർക്കിങ്ങും അത്യാവശ്യമുണ്ട്. ഒരു 10-30 വണ്ടിയൊക്കെ ഇടാൻ പറ്റും. വേറെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മരമൊക്കെ വെട്ടി നമ്മൾ അത്യാവശ്യം പാർക്കിങ്ങിനും സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരുന്ന് ആടാൻ ഊഞ്ഞാലുകളുണ്ട്. പിന്നെ നീന്തൽ പഠിപ്പിക്കാം, വെള്ളത്തിലിറങ്ങാം.
ആകെ നമുക്ക് ഈ ഒരു 10-80 കിലോമീറ്റർ നീളമുള്ള ഈ മിനിച്ചിലാറിൽ ഈ കാണുന്ന ഒരു 200 മീറ്റർ സ്പേസേ ഉള്ളൂ സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്നത്. കാരണം ചെളിയില്ല, കുഴിയില്ല, കല്ലില്ല. അതുകൊണ്ട് എല്ലാവരും വന്ന് നല്ല അവധിക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, ഞായറാഴ്ചകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റം വരെ എല്ലാവരും കുളികാരും നീന്തൽ പഠിപ്പീരുമായിരിക്കും. പിന്നെ അവിടുന്ന് വിഷമിച്ച് കയറി വരുമ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ ചായ, ബജ്ജി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിലില്ല, റഷാകുമ്പോൾ തന്നെ അത് തുടങ്ങും. പിന്നെ ബ്രെഡ് ഓംലെറ്റ്, ഐസ്ക്രീം, അങ്ങനെ അത്യാവശ്യം ഒരു സ്നാക്സിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു 8 മണി വരെ ഉണ്ട്. പിന്നെ ജോസ്മോൻ മുണ്ടയ്ക്കലിൻ്റെ ശ്രമഫലമായിട്ട് 2 മിനി മാസ്റ്റ് വന്നതുകൊണ്ട് വൈകിട്ട് 6 മുതൽ 11 മണി വരെ നല്ല വെളിച്ചമുണ്ട്. അപ്പം ഫാമിലികൾ സാധാരണ ദിവസങ്ങളിൽ ഒരു 8-9 മണി വരെ സ്പെൻഡ് ചെയ്യും. ലാസ്റ്റ് ഫാമിലി കയറി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകാറുള്ളൂ. ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാൻ പറ്റും, മുതിർന്നവർക്ക് കാറ്റ് കൊണ്ട് അത്യാവശ്യം ബെഞ്ചുകളുണ്ട്, ഓരോന്ന് സ്പോൺസർ ചെയ്തതും പിന്നെ ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതൊക്കെ. അതിലിരിക്കാം, പുൽത്തകടിയുണ്ട്, മണൽപ്പരപ്പുണ്ട്. ഇനി ഒന്ന് ഇറങ്ങി കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കാം, ചെറുതായിട്ടൊന്ന് നീന്താം. പിന്നെ കൂടെ ഒരു വള്ളമുണ്ട്, വള്ളത്തിൽ അത്യാവശ്യം യാത്രക്കാരില്ലാത്ത സമയത്താണ് അത്യാവശ്യം ഒന്ന് കറങ്ങാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേറെ പൈസയൊന്നും മുടക്കില്ലാതെ, സാധാരണ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിലത്ത് തന്നെ ഇരിക്കണം. ഇവിടെ പിന്നെ ആ ഒരു ഇതില്ല, തണൽ മരങ്ങളുണ്ട്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നൈറ്റ് ആണെങ്കിൽ ഒരു 9-10 മണി വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടുള്ള സമയത്ത് കാറ്റും കാര്യങ്ങളുണ്ട്, ഇറങ്ങി കുളിക്കാം. ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു നല്ലൊരു സ്പോട്ടാണ്. കാവാലിപ്പുഴയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്ര സുന്ദരമായ ഒരു സ്ഥലം നമ്മുടെ കോട്ടയം ജില്ലയിലുണ്ട്. ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണുന്നത് നല്ലതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു സോ മച്ച്.